കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ. അപ്പൊ ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രഭാഷണത്തിന്റെ പ്രമേയം യേശുക്രിസ്തു ആരാണ് എന്നുള്ളതാണ്. ലോകം മുഴുവൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ക്രിസ്തു ആരാണ്? യേശുക്രിസ്തുവിന്റെ ചരിത്ര വിഹായസിലെ ഉദയത്തോടെ അവിടുന്ന് എന്ന് ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചു അന്നു മുതൽ ഇന്ന് വരെ പിന്നിട്ട കാലഘട്ടങ്ങൾ അഖിലകോടി ജനവിഭാഗങ്ങളും ഒരുപോലെ ചോദിക്കുന്ന പ്രശസ്തമായ ഒരു ചോദ്യമാണ്, ഈ ക്രിസ്തു ആരാണ്? ഇവിടുത്തെ ചരിത്രകാരന്മാർ ചോദിക്കുന്നു, ഇവിടുത്തെ സാഹിത്യകാരന്മാർ ചോദിക്കുന്നു, ആരാണ് ഈ യേശു? ഇവിടുത്തെ പണ്ഡിത വര്യന്മാർ ചോദിക്കുന്നു, ഇവിടുത്തെ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും ചോദിക്കുന്നു, ആരാണ് ഈ ക്രിസ്തു? കാലം കണ്ട കരുത്തനായ ഗവർണർ പീലാത്തോസും ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ ചോദ്യം ചോദിച്ചു, ആരാണ് ഈ നസ്രയനാകുന്ന യേശു ക്രിസ്തു എന്ന്? വേണ്ട, ക്രിസ്തുദേവന്റെ ചരിത്ര വിഹായസിലെ ഉദയത്തോടെ അവിടുന്ന് എന്ന് ഈ ലോകത്തിൽ വന്നു അന്നു മുതൽ ഇന്ന് വരെ പിന്നിട്ട കാലഘട്ടങ്ങൾ അഖിലകോടി ജനവിഭാഗങ്ങളും ഒരുപോലെ ചോദിക്കുന്ന പ്രശസ്തമായ ഒരു ചോദ്യമാണ്, ആരാണ് ഈ ക്രിസ്തു? ഇന്ന് രാത്രിയിൽ എൻ്റെ വിഷയവും അത് തന്നെയാണ്, ആരാണ് യേശു ക്രിസ്തു? കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന് ഒരിക്കലും ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, അവിടുന്ന് ഒരിക്കലും ഒരു രാഷ്ട്രസ്ഥാപകനല്ല, അവിടുന്ന് ഒരിക്കലും ഒരു തത്വചിന്തകനല്ല, അവിടുന്ന് ഒരിക്കലും ഒരു ഗ്രന്ഥകാരനല്ല, അവിടുന്ന് ഒരിക്കലും ഒരു ചരിത്രകാരനല്ല, അവിടുന്ന് ഒരിക്കലും ഒരു സത്യാന്വേഷകനല്ല, അവിടുന്ന് ഒരിക്കലും ഒരു തീർത്ഥാടകനുമല്ല. ലോകരക്ഷകനായി അവതരിച്ച ക്രിസ്തുവിനെ കേവലം മതസ്ഥാപകരായി ചിത്രീകരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നാം പാർക്കുന്ന ലോകത്തുണ്ട്. ഈ മീഡിയയിലൂടെ, ഈ ശബ്ദവാഹിനിയുടെ ശ്രവണപരിധിയിലൂടെ ഞങ്ങളെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, ഈ യോഗ പരമ്പരയുടെ 2ാം രാത്രിയിൽ അഭിമാനത്തോടെ, ആവേശത്തോടെ, ആത്മനിറവോടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഒരിക്കലും മതസ്ഥാപകനല്ല. ക്രിസ്തു മതം എന്നൊരു മതമില്ല, അത് കേവലം മനുഷ്യന്റെ മിഥ്യയായ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പിന്നെ ഇവിടുത്തെ ഒരുപിടി ക്രൈസ്തവർ യേശുക്രിസ്തുവിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന അബദ്ധജടിലമായ, കർമ്മജടിലമായ, പാരമ്പര്യജടിലമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശുദ്ധ വേദപുസ്തകം അപഗ്രഥിച്ചു പഠിച്ചാൽ അവയ്ക്കൊന്നും ക്രിസ്തുവുമായി പുലബന്ധമില്ല എന്നുള്ളത് തിരസ്കരിക്കാൻ പറ്റാത്ത പച്ചയായ മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ക്രിസ്തു മതം എന്നൊരു മതമില്ല, ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. മനുഷ്യന്റെ വിമോചനത്തിനായി അനന്തത വെടിഞ്ഞി താണലോകത്തിൽ ആഗമിച്ച ക്രിസ്തു ഏതാണ്ട് 33.5 കൊല്ലം പാലസ്തീനിൽ പാർത്തു. 3.5 കൊല്ലം പാലസ്തീന്റെ പല ഭാഗങ്ങളിൽ മാറി മാറി അവിടുന്ന് പ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. അക്കാലഘട്ടങ്ങളിൽ എണ്ണമറ്റ രോഗികൾ സൗഖ്യമായി, നിരവധി ഭൂതബാധിതർ വിമോചിതരായി, മരിച്ച ധാരാളം ആളുകൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറയിൽ അധപ്പതിക്കപ്പെട്ട് കിടന്ന എണ്ണമറ്റ ജനവിഭാഗത്തെ അവിടുന്ന് പണിത് പരിവപ്പെടുത്തി മാനവികയുടെ തട്ടകത്തിലെത്തിച്ചുവെങ്കിലും അവിടുന്ന് മതം സ്ഥാപിച്ചതായി രേഖകളില്ല. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ മേൽപ്പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മുറയ്ക്ക് സംഭവിച്ചെങ്കിലും അവിടുന്ന് മതം സ്ഥാപിച്ചതായി രേഖകളില്ല. അവൻ മതസ്ഥാപകനല്ല, അവൻ രാഷ്ട്രസ്ഥാപകനല്ല, അവൻ തത്വചിന്തകനല്ല, അവൻ ഗ്രന്ഥകാരനല്ല, അവൻ തീർത്ഥാടകനല്ല, അവൻ ചരിത്രകാരനല്ല, അവൻ സാഹിത്യകാരനല്ല, അവൻ സത്യാന്വേഷകനല്ല. പിന്നെ ആരാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു? ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ലോകം പറഞ്ഞിരിക്കുന്ന മറുപടികൾ വ്യത്യസ്തമാണ്. 1-2 മറുപടികൾ ഞാൻ പറയാം. യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ 1, ബൈബിളിനകത്തുള്ള കഥാപാത്രങ്ങൾ പറഞ്ഞ ചില മറുപടി. 2, ബൈബിളിന് പുറത്തുള്ള ആളുകൾ പറഞ്ഞ ചില മറുപടി. 3, അനുഭവം പറഞ്ഞ ചില മറുപടി. 3, വേദപുസ്തകം പറയുന്ന ചില മറുപടി. ഈ 4 കാര്യങ്ങളാണ്
പരിമിതമായ നിമിഷങ്ങൾക്കകത്ത് എനിക്ക് വിസ്തരിക്കാനുള്ളത്. എല്ലാം വിസ്തരിക്കാൻ പറ്റത്തില്ല. ഒരു ഫ്രെയിം മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ പോകും. നാളെ വരുന്നയാള് ആത്മാവിൽ ബാക്കി ഭാഗം പൂരിപ്പിക്കും. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വേദപുസ്തകത്തിനകത്തുള്ള കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ശ്രദ്ധേയമാണ്. അത് ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. അത് നിങ്ങൾക്കറിയാം. ഇനി ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ലോകം പറഞ്ഞിട്ടുള്ള മറുപടികൾ വ്യത്യസ്തമാണ്. ആ മറുപടിയെ രണ്ടായിട്ട് ഞാനിന്ന് വിഭജിക്കാം. ഒന്ന്, ആ രണ്ട് മറുപടിയും ഒരു സുവിശേഷ പ്രചാരവാഹകൻ എന്ന നിലയിൽ എൻ്റെ അകത്തുളവാക്കിയ ആവേശം വിശദീകരണങ്ങൾക്കപ്പുറമാണ്. യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഒന്ന്, ക്രിസ്തു സ്നേഹിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞ ചില മറുപടിയുണ്ട്. രണ്ട്, ക്രിസ്തു വിദ്വേഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞ ചില മറുപടിയുണ്ട്. ഈ രണ്ട് മറുപടിയും നമ്മിൽ ഒത്തിരി ആവേശം ഉളവാക്കും. ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. ഞാനിങ്ങനെ പറയാറുണ്ട്, അവൻ ആരാണ് എന്ന ചോദ്യത്തിന് ക്രിസ്തു സ്നേഹിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞ ചില മറുപടി എന്ന് പറഞ്ഞാൽ, ചിന്തിക്കുന്ന ആളുകൾ, ബോധമുള്ള ആളുകൾ, അങ്ങനെ അസംബന്ധമൊന്നും വിളിച്ചു പറയാത്ത മാന്യരായിട്ടുള്ള ആളുകൾ യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് പറഞ്ഞിട്ടുള്ള ചില മറുപടികൾ 1, 2, 3, 4 എന്ന ക്രമത്തിൽ ചുവടെ ചേർക്കാം. 1, ചില വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ കേരള സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, ഇപ്പം അദ്ദേഹം മരിച്ചുപോയി. യേശുക്രിസ്തുവിനെ പറ്റി ആ മന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വർഷങ്ങൾക്ക് പുറകിൽ കേരളം ഭരിച്ച് ഇപ്പം മരിച്ചു മൺമറഞ്ഞ ആ മന്ത്രിയായ മനുഷ്യൻ പറഞ്ഞ വാക്ക്, യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ള കഥകൾ ശരിയോ തെറ്റോ എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമോ മിഥ്യയോ എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, മന്ത്രിയുടെ വാക്ക് എന്താണത്? ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ അനുഗമിക്കുന്ന കരുത്തനായ സമുന്നതനായ ഒരു നേതാവുണ്ടെങ്കിൽ അത് സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാണ്. മന്ത്രിയുടെ വാക്കായതുകൊണ്ടാന്ന് തോന്നുന്നു അത്ര സന്തോഷമില്ലാത്തത്. സന്തോഷം വരുന്ന കാര്യത്തിലേക്ക് വരാം. ഇനി യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ക്രിസ്തു സ്നേഹിതനായ രണ്ടാമൻ പറഞ്ഞ മറുപടിയും ശ്രദ്ധേയമാണ്. അത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട രാജാറാം മോഹൻ റോയി. അദ്ദേഹം എന്താണ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന് മോഹൻ റോയ് പറഞ്ഞിരിക്കുന്ന മറുപടി, ആരാണ് ക്രിസ്തു? അദ്ദേഹത്തിന്റെ മറുപടി, കുഞ്ഞാട് പോലെ നിർദോഷിയാണ് ക്രിസ്തു, കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കനാണ് ക്രിസ്തു, വെളിച്ചം പോലെ പരിശുദ്ധനാണ് ക്രിസ്തു, ആത്മീകരുടെ വിശപ്പ് മാറ്റാൻ പര്യാപ്തമായ ജീവന്റെ അപ്പമാണ് ക്രിസ്തു, ആത്മീകരുടെ ദാഹം മാറ്റാൻ പര്യാപ്തമായ ജീവജലത്തിന്റെ പതഞ്ഞൊഴുകുന്ന പളുങ്ക് നദിയാണ് ക്രിസ്തു. യഹൂദനെന്നോ പുറംജാതിയെന്നോ ഭേദമില്ലാതെ സകല മനുഷ്യർക്കും വിശ്വസിച്ചുകൊണ്ട് പിൻപറ്റാൻ കൊള്ളാവുന്ന ശ്രേഷ്ഠനായ ഒരു ഗുരുവാണ് സാക്ഷാൽ യേശു ക്രിസ്തു. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് മോഹൻ റോയ് പറഞ്ഞ മറുപടിയാ. ഇനിയും ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ക്രിസ്തു സ്നേഹിതനായ മൂന്നാമൻ പറഞ്ഞ മറുപടി, ആ മറുപടി ഒരു സുവിശേഷത്തിന്റെ പ്രചാരവാഹകൻ എന്ന നിലയിൽ എന്നെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു. ആ ആവേശത്തോടു കൂടെ തന്നെ ഞാൻ ആ മറുപടി ഒന്ന് പറയാം. അതായത്, ഭാരതത്തിന്റെ വെളിച്ചമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ബഹുമാനനായ സ്വാമി വിവേകാനന്ദൻ എന്താണ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ആ വാക്കൊന്ന് കേട്ടോണം. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന് വിവേകാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോണേ. മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ ക്രിസ്തുവോളം യോഗ്യൻ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ചെറുപ്പക്കാരുടെ സ്തോത്രത്തിന്റെ ശബ്ദം കേട്ടിട്ട് അതൊന്നുകൂടെ പറയാൻ എനിക്ക് തോന്നുക. മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനോളം യോഗ്യൻ ഈ പ്രപഞ്ച ചരിത്രത്തിൽ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല.
ആ ഹല്ലേലൂയയുടെ ശോഷിപ്പ് കേട്ടിട്ട് അതൊന്നുകൂടെ എനിക്കങ്ങ് പറയാൻ തോന്നുക. മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ഭജിച്ചാരാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനോളം യോഗ്യൻ ഈ പ്രപഞ്ച ചരിത്രത്തിൽ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആ സ്തോത്രത്തിന്റെ ബലഹീനത കണ്ടിട്ട് അതൊന്നുകൂടെ എനിക്കങ്ങ് പറയാൻ തോന്നുക. മനുഷ്യനായി ജനിച്ച ഒരുവനെ ദൈവമായി ഭജിച്ചാരാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനോളം യോഗ്യൻ ഈ പ്രപഞ്ച ചരിത്രത്തിൽ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതിനെ ഹല്ലേലൂയ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടുത്തെ പല മനുഷ്യരും ദൈവങ്ങളാകാൻ ശ്രമിക്കുമ്പോൾ, ഇവിടുത്തെ പല മനുഷ്യരും ദൈവങ്ങൾ ചമഞ്ഞു നടക്കുമ്പോൾ, അതിൽ പല മനുഷ്യ ദൈവങ്ങളെയും നിയമപാലകർ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിലടച്ചപ്പോൾ, അതിൽ പല മനുഷ്യ ദൈവങ്ങളും ഇന്നും കാരാഗൃഹത്തിന്റെ കമ്പിയടി എണ്ണി കാലം കഴിക്കുമ്പോൾ, സാക്ഷാൽ ദൈവം മനുഷ്യനായി മാറിയ ഒരുവൻ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ്. കരമടിച്ചവനെ ഒന്ന് മഹത്വപ്പെടുത്തുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിവേകാനന്ദ സ്വാമി എഴുതിയത്, ആ ക്രിസ്തുദേവന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ഹൃദയം പറിച്ച് പിഴിഞ്ഞൊഴുകിയ ചോര കൊണ്ട് ഞാൻ അവന്റെ പാദം കഴുകുമായിരുന്നു. അവൻ എത്ര മഹാൻ! അഭിമാനം കൊണ്ട് എന്റെ യൗവന രക്തം തിളച്ചു മറിയുക. ചങ്കിലെ ചോരയ്ക്ക് തളപ്പുള്ള പ്രായത്തിൽ എന്റെ രാജ്യത്തോട് ഞാൻ പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത എന്റെ രക്ഷകനാകുന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രി ആരൊക്കെ മാറ്റി നിർത്താൻ കഴിയും? അവനെ പോലെ യോഗ്യനായ ഒരുവൻ വേറെ ആരുണ്ട്? വിശദീകരിക്കാൻ, അവനെ കുറിച്ച് വിശദീകരിക്കാൻ രാത്രിക്ക് നീളമില്ലല്ലോ, വിട്ടുകളയട്ടെ. അത് തന്നെയാണ് ആദരണീയനായ എഴുത്തുകാരൻ കേശവ ചന്ദ്രശേഖരൻ എഴുതിയത്. സകല മനുഷ്യർക്കും വിശ്വസിച്ചുകൊണ്ട് പിൻപറ്റാൻ കൊള്ളാവുന്ന ശ്രേഷ്ഠനായ ഒരു ഗുരുനാഥൻ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനോളം യോഗ്യനായ ഒരുവൻ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ല. ആ കുറിപ്പ് വിട്ടുകളെ. അപ്പൊ ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ക്രിസ്തു സ്നേഹിതരായിട്ടുള്ള ആളുകൾ പറഞ്ഞ മറുപടികൾ ചിലതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും യേശു ക്രിസ്തു ആരാണ് എന്ന പ്രശസ്തമായ ചോദ്യത്തിന്റെ മുമ്പിൽ ക്രിസ്തു വിദ്വേഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ചില മറുപടി 1, 2, 3 എന്ന ക്രമത്തിൽ ഞാൻ ഓർപ്പിക്കാം. അധികമായെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്ത് അസംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ചില ആളുകൾ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ, ആ വാക്ക് എന്നെ ആവേശത്തിൽ എത്തിച്ചു. 1, സമുന്നതമായ ഏതോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കരുത്തന്മാരായ 5 നേതാക്കന്മാരിൽ ഒരു നേതാവ്, പേര് പരാമർശിക്കുന്നില്ല, ക്രിസ്തു അറിവ് എന്ന തന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം യേശു ക്രിസ്തുവിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. ആരാണ് ക്രിസ്തു എന്ന ചോദ്യത്തിന് അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന മറുപടി, ഈ ക്രിസ്തുവിന്റെ ശരിക്കുള്ള പേര് കേശവകൃഷ്ണ എന്നാണെന്ന്. കൊള്ളാം. തമിഴ്നാട്ടിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ആൾ ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നെ യേശു ക്രിസ്തുവിന്റെ മാതൃഭാഷ തമിഴായിരുന്നു. നല്ല എണ്ണ കറുപ്പ് നിറമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു യേശു. പിന്നെ യേശു ക്രിസ്തുവിന്റെ വല്യപ്പന്റെ പേര് കേശവ് എന്നാ. ജോസഫ് എന്നുള്ളത് പെട്ടെന്ന് അടിച്ചു മാറ്റി അങ്ങോട്ടാക്കിയതാ. ആ രാഷ്ട്രീയ പ്രവർത്തകനാകുന്ന എഴുത്തുകാരൻ അറിയാമെന്ന് ക്രിസ്തു അതായിരിക്കാം. എന്ന ചെറുവക്ക കൺവെൻഷന് 2ാം രാത്രി ഞങ്ങൾ ലോകത്തോട് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു തമിഴ്നാടുകാരനായ കേശവകൃഷ്ണയല്ല. തമിഴ് മാത്രം സംസാരിക്കാൻ വശമുള്ള എണ്ണ കറുപ്പ് നിറമുള്ള സാധാ ഒരു തമിഴ് സഹോദരൻ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. പിന്നെ അവൻ ആരാ? അവൻ ഉദ്ധിതനാണ്, അവൻ ഉദ്ധാരകനാണ്, അവൻ വിമോചകനാണ്, അവൻ മധ്യസ്ഥനാണ്, അവൻ രക്ഷകനാണ്, അവൻ ആരാധ്യനാണ്, അവൻ ദൈവമാണ്. ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, അവൻ ഏക സത്യദൈവമാണ്. കരമടിച്ചവനെ ആരാധിക്ക്, അവനെ പോലൊരു ദൈവം വേറെയില്ല. അവന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. അവൻ പരിവാര സമുന്നതനായി ഇന്ന് രാത്രി ഈ പന്തലിനകത്തുണ്ട്. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷിയായ 2ാമത്തെ ആള് പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോണേ. പലയിടത്തും ഞാൻ പറയാറുണ്ട്, വിശേഷിച്ച് എൻ്റെ കവലപ്രസംഗങ്ങളിൽ ഓർപ്പിക്കാനൊരു ഭാഗമാണത്. യേശു ആരാണ് എന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷിയായ 2ാമത്തെ ആള് പറഞ്ഞ മറുപടി. ഇന്നേക്ക് കുറച്ച് വർഷങ്ങൾക്ക് പുറകില് ഞാൻ ഈ കേരളത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, എനിക്ക് തോന്നുന്നത് തെക്ക് ഭാഗത്തായിരിക്കാം, വടക്ക് ഭാഗത്തായിരിക്കാം, എവിടെയോ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. ഇതുപോലെ വലിയ യോഗമല്ല, ഒരു കൊച്ചു യോഗം, അതിൽ പ്രസംഗിക്കാൻ പോയി. പൊതുയോഗമാണ്.
ആ പ്രസംഗിക്കാൻ തിരക്ക് വെച്ച് പോകുമ്പോഴാണ് ഒരു ബ്ലോക്ക്. എനിക്കല്ല ഉണ്ടായത്, ട്രാഫിക് ബ്ലോക്ക്. ഇന്നും ഇങ്ങോട്ട് വന്നപ്പോൾ കൊട്ടാരക്കരയിൽ ബ്ലോക്ക് ഉണ്ടായി. ഞാൻ ഓർത്ത് ഇവിടെ വരാൻ പറ്റുകയില്ല, അത്ര ബ്ലോക്കായിരുന്നു. ധൃതി വെച്ച് പോകുമ്പോഴായി ബ്ലോക്കെല്ലാം ഉണ്ടാകുന്നത്. രൂക്ഷമായ ഗതാഗത കുരുക്ക്. ഞാൻ നോക്കിയപ്പോൾ മുമ്പിലും പിമ്പിലും കിടക്കുന്ന 100 കണക്കിന് വാഹനങ്ങൾ ബ്ലോക്കിൽപ്പെട്ട് കുരുങ്ങി കിടക്കുക. രക്ഷപ്പെടാൻ നിർവാഹമില്ല. ഒരു 20 മിനിറ്റ് ആ വഴിയിൽ ഞാൻ കാർ ഓഫ് ചെയ്തിട്ടു. അപ്പം നിങ്ങളിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കുകയല്ലേ, ഇതുപോലെ കാർ ഓഫ് ചെയ്തിട്ടു. സംഘാടകർ ദുരിതുരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ 20 മിനിറ്റ് ആ ബ്ലോക്കിൽപ്പെട്ട എൻ്റെ കാർ കുരുങ്ങി കിടക്കുമ്പോൾ വഴിയിലെ ഇലക്ട്രിക് പോസ്റ്റിൽ വെച്ച് കെട്ടിയ ഇതുപോലൊരു ചെറിയ സൗണ്ട് ബോക്സിലൂടെ മനോഹരമായൊരു പ്രസംഗം എൻ്റെ കാതിലേക്ക് ഇരമ്പി ഒഴുകിയെത്തി. എന്തൊരു പ്രസംഗം! പ്രസംഗത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രസംഗിക്കുന്നത് പുരുഷനല്ല, ഒരു സ്ത്രീയാ. ഗർജിക്കുന്ന ഒരു പെൺസിംഹം. അവരുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റൂ. എന്തൊരു ആവേശോജ്വലമായ പ്രസംഗം, എന്തൊരു പദസമ്പത്ത്, എന്തൊരു വാക്കുകളുടെ ഒഴുക്ക്! ഈ പ്രസംഗം അങ്ങോട്ട് കേട്ടപ്പോൾ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി തുള്ളിച്ചാടാൻ തോന്നി. ആത്മാവിലല്ല, ആവേശം കൊണ്ട്. പ്രസംഗം നമ്മെ ആത്മാവിലുമാക്കും, ആവേശത്തിലുമാക്കും. ഉഗ്രം പ്രസംഗം, ഉജ്ജ്വലമായ പ്രസംഗം. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം എന്ന് പറയുന്നത് എൻ്റെ ആവേശമാണ്. കാര്യം, എനിക്ക് കാര്യമായിട്ട് അറിയാവുന്ന പണി ഈ പ്രസംഗം മാത്രം. മറ്റേത് മേഖലകൾ പോയാലേ സമ്പൂർണ്ണ പരാജയമാണ്. പ്രസംഗം എൻ്റെ ആവേശമാണ്. കാര്യം, ഞാൻ പ്രസംഗം തുടങ്ങിയത് ഇന്നലെ മിനിയാന്നുമല്ല, 26 വർഷമായി. 10 വയസ്സിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. 11 വയസ്സിൽ കൃപാവരങ്ങളുടെ അകമ്പടിയോടുകൂടെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു. ആ 11 വയസ്സിൻ്റെ അവസാനം ഞാൻ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. 12 വയസ്സിൻ്റെ ആരംഭം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പൂമാങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു IPC സഭയിൽപ്പെട്ട വീട്ടിൽ 12 വയസ്സിൽ ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിച്ചു. അന്ന് തുടങ്ങിയ പ്രസംഗം വയസ്സ് 37 കഴിയാറായി ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് പ്രസംഗം എൻ്റെ ആവേശമാണ്. അത് കവലയാണെങ്കിലും പ്രസംഗിക്കും, കൺവെൻഷൻ ആണെങ്കിലും പ്രസംഗിക്കും, കല്യാണമാണെങ്കിലും പ്രസംഗിക്കും, കാത്തിരിപ്പ് യോഗമാണെങ്കിലും പ്രസംഗിക്കും. അയ്യോ, ആള് കൂടിയാലും പ്രസംഗിക്കും. ചിലർക്ക് ആള് കൂടിയാലേ പ്രസംഗം വരത്തുള്ളൂ. എനിക്ക് അങ്ങനൊന്നുമില്ല. ആള് കൂടിയാലും പ്രസംഗിക്കും, ആള് കുറഞ്ഞാലും പ്രസംഗിക്കും. ഇവിടെ വന്നവർ സ്വോത്രം പറഞ്ഞാലും പ്രസംഗിക്കും, ഇപ്പം നിങ്ങളെ പോലെ മിണ്ടാതിരുന്നാലും പ്രസംഗിക്കും. അതുകൊണ്ടല്ലേ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഇപ്പം മിണ്ടണ്ട. സ്വോത്ര കാഴ്ച തന്നാലും പ്രസംഗിക്കും, തന്നില്ലെങ്കിലും പ്രസംഗിക്കും. കാരണം പ്രസംഗം എൻ്റെ ആവേശമാണ്. ആ ബ്ലോക്കിൽപ്പെട്ട് കാറ് കുരുങ്ങിക്കിടക്കുമ്പോൾ ആ വഴിയിലെ പോസ്റ്റിൽ വെച്ച് കെട്ടിയ ബോക്സിലൂടെ ഒരു തീപ്പൊരി പ്രസംഗം എൻ്റെ കാതിലേക്ക് ഒഴുകിയെത്തി. ആ തീപ്പൊരി പ്രസംഗത്തിൻ്റെ സിംഹഭാഗത്ത് സഹോദരി കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ അവർ യേശുക്രിസ്തുവിനെ പറ്റി ഉറക്കെ പറഞ്ഞ 2 കാര്യങ്ങൾ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ ഉളവാക്കിയ ആവേശം വിശദീകരണങ്ങൾക്കപ്പുറമാ. അവരുടെ തീപ്പൊരി പ്രസംഗത്തിന്റെ സിംഹഭാഗത്ത് അവർ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി ഉറക്കെ പറഞ്ഞ 2 വാക്കുകൾ. സഹൃദയരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ക്രൈസ്തവർ ആരാധിക്കുന്ന ദൈവപുത്രനാകുന്ന ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്കറിയണോ? അവരുടെ മറുപടി കേൾക്കാൻ കാറിൽ ഞാനും കാത് കുറിപ്പിച്ചു പിടിച്ചിരുന്നു. തൊട്ടടുത്ത നിമിഷം വെടിപൊട്ടുന്ന പോലെ ഇവർ പറഞ്ഞ മറുപടി, ഇവിടെ ക്രൈസ്തവർ ആരാധിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു സാക്ഷാൽ ക്രൂശിൽ നിന്നും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത നിസ്സഹായനായ കർത്താവ്. പിന്നെങ്ങനെ അങ്ങേര് മറ്റുള്ളവരെ രക്ഷിക്കുമെന്ന് ഇവരിത് പറയുമ്പോൾ ഇവരുടെ അണികൾ കേൾവിക്കാരകത്ത് കൈയടിക്കുന്നതും കൂവിളിക്കുന്നതുമായ ശബ്ദം ഈ ബോക്സിലൂടെ എനിക്ക് കേൾക്കാം. ഇവര് പരിഹസിച്ചുകൊണ്ട് ഈ വാക്ക് പറഞ്ഞ് ഇവരുടെ വാക്ക് ഹേതുവായി ഇവരുടെ കേൾവിക്കാർ കൈയടിച്ച് കൂവിളിച്ച് ആഹ്ലാദിക്കുമ്പോൾ എനിക്ക് ആ മാന്യ സഹോദരിയോട് പരിഭവമല്ല, പരാതിയല്ല, വൈരാഗ്യമല്ല, വിദ്വേഷമല്ല തോന്നിയത്. പിന്നെ എനിക്ക് അവരോട് സഹതാപമാണ് തോന്നിയത്. എനിക്ക് അവരോട് ഒരുതരം ദയനീയതയാണ് തോന്നിയത്. യേശു ക്രിസ്തു ക്രൂശിൽ നിന്നും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത നിസ്സഹായനായ കർത്താവെന്ന് ലോകത്തോടുറക്കെ പറഞ്ഞ മാന്യ സഹോദരി, നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ ഏതാണെങ്കിലും, നിങ്ങൾ എന്ത് പദവിയിൽ നിൽക്കുന്നയാളാണെങ്കിലും, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടത്.
യേശു ക്രൂശിൽ നിന്നും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത നിസ്സഹായനായ കർത്താവെന്ന് പരിഹാസ ചുവകടത്തി പുച്ഛഭാവത്തോടെ മലയാള സമൂഹത്തോട് ഉച്ചീശ്വരം കൊട്ടിഘോഷിച്ച മാന്യ സഹോദരി, നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ എന്താണെങ്കിലും, നിങ്ങൾ ഏതാണെങ്കിലും, നിങ്ങളുടെ ജന്മന കർമ്മന വാഗ്മന ഗായങ്ങളാലുള്ള പാപത്തെ പരിഹരിക്കുവാൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഒരു വഴിയേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ. അത് നിങ്ങൾ നിന്ദിച്ച ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തുവാണ്. കരമടിച്ചവനെ ആരാധിക്കേ. വാനിന് കീഴേ ഭൂമിക്ക് മുകളിൽ അവനല്ലാതെ ഒരു പാപപരിഹാരകളില്ല. കരമടിച്ചവനെ ആരാധിക്കേ. അവനല്ലാതെ ഒരു പാപമോചകനില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള സുവിശേഷം. ഇന്ന് രാത്രിയില് ഈ ശബ്ദപരിധിയിൽ ഈ മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന വാത്സല്യം ഇത്രമേ, പാപത്തിന്റെ വിഴുപ്പുപാണ്ഡം ചുമ്മി ജീവിതത്തിന്റെ വീഥികളിൽ തകർന്നു കിടക്കുന്ന ആരെങ്കിലും ഇതിനകത്തോ പുറത്തോ ഉണ്ടോ? ജന്മന കർമ്മന വാഗ്മന ഗായങ്ങളാലുള്ള പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി ഇന്നലകളിൽ സേവിച്ചതും ഭജിച്ചതും നമിച്ചതും പിഞ്ചെന്നതുമായ സകല ശക്തികളാലും ദൈവങ്ങളാലും മധ്യസ്ഥരാലും കൈവിട്ട് എന്റെ ജന്മകർമ്മ പാപത്തിൽ നിന്നും എനിക്കൊരു മോചനമില്ല എന്ന് നനച്ച് പാപത്തിന്റെ വിഴുപ്പുപാണ്ഡം ചുമ്മി ജീവിതത്തിന്റെ വീഥികളിൽ തകർന്നുടഞ്ഞു കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, സ്നേഹിത, ആചാരങ്ങളില്ലാതെ, അനുഷ്ഠാനങ്ങളില്ലാതെ, കർമ്മങ്ങളില്ലാതെ, ശാരീരിക ദണ്ഡനങ്ങളില്ലാതെ, ആണ്ടാണ്ടിന്റെ കാത്തിരിപ്പില്ലാതെ നിന്റെ സകല പാപത്തെയും സൗജന്യമായി പരിഹരിക്കാൻ കരുത്തുള്ള ഒരു രക്ഷകനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുകയാ. ആരാണ്? അവന്റെ പേരാണ് നസ്രയനാകുന്ന യേശു ക്രിസ്തു. അവൻ ലോകത്തിൽ വന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പല അവതാരങ്ങളും അവതരിച്ചത് പാപിയെ നിഗ്രഹിക്കാനാണെങ്കിൽ, അവതാര ചരിത്രത്തിൽ പാപിയെ രക്ഷിക്കാൻ അവതരിച്ച ഒരു അവതാരമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുവാണ്. പാപിക്ക് വേണ്ടി മരിച്ചൊരു രക്ഷകനുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ബൈബിൾ ലോകത്തോട് പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ പ്രപഞ്ചത്തിൽ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പാപമോചനത്തിന് ദൈവത്തെ തേടി പ്രപഞ്ചത്തിന്റെ നാനാകോണുകളിലും അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും സത്യാന്വേഷികൾ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, നിന്റെ പാപത്തെ സൗജന്യമായി മോചിക്കുവാൻ ഒരു പരിഹാരകനാണ്, അത് യേശു ക്രിസ്തുവാണ്. അവന് വേണ്ടി ഹൃദയത്തിന്റെ വാതിൽ തുറക്കൂ. വിട്ടുകളയുകയാണ് ആ ഭാഗം. ആവേശം കടല് പോലെ എൻ്റെ അകത്ത് ഇളകുകയാണ് പാപപരിഹാരകനാകുന്ന ക്രിസ്തുവിനെ പറ്റി ഉയർത്താൻ. മിണ്ടാതിരിക്കുമ്പോൾ ഒരു കവലയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുക. അങ്ങനെ ഒരു ആവേശം എൻ്റെ അകത്തുണ്ട്. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ക്രിസ്തു വിദ്വേഷിയായ മൂന്നാമൻ പറഞ്ഞ മറുപടി പലയിടത്തും പറയാറുണ്ട്, ഇവിടെയും പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, അതെ, യുക്തിവാദത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെ മുടിചൂടാം മന്നനെന്നൊക്കെ സമൂഹം വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഇടമറക് സാറ്, നല്ല പേര്, അദ്ദേഹം യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്ന മറുപടി വ്യത്യസ്തമാണ്. ബഹുമാനപ്പെട്ട മറകിൻ്റെ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഞാനത് മറിച്ചും തിരിച്ചും നോക്കുമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് മറക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. ആ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആര് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. സമീപകാലത്ത് ആരോ വായിക്കാൻ കൊണ്ടുപോയതാ. വർഷം 2 ഇതുവരെ വായിച്ചു കഴിഞ്ഞില്ല. പിന്നെ ആ പുസ്തകം തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പുസ്തകം മേടിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് തിരിച്ചു തരണം. ഞാൻ ആ പുസ്തകം കാണാതെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ അങ്ങയുടെ അടുത്തൊരു അപ്പച്ചനോട് പറഞ്ഞു, എന്നാ ദുഃഖിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പുസ്തകം പോയി. അദ്ദേഹം പറഞ്ഞു, മോനെ 4 കാര്യം കൈവിട്ടാൽ പോയി. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാ? 1 പുസ്തകം, 2 പണം, 3 CD അല്ലെങ്കിൽ കാസറ്റ്, 4 പെണ്ണ്. ഇത് 4 പോയാൽ പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചൊന്ന് വിവരിച്ച് തരാമോ? അദ്ദേഹം പറഞ്ഞു, പുസ്തകം കൊണ്ടുപോയാൽ കൊണ്ടുപോകുന്നമാർ തിരിച്ചു തരത്തില്ല, താളം പറിച്ച് കുത്തിക്കെട്ടും അഴിച്ച് നശിപ്പിച്ച് തരത്തുള്ളൂ. പിന്നെ പൈസ കൊണ്ടുപോയാൽ കൃത്യമായി തിരിച്ചു തരത്തില്ല, ഒന്നേ നുള്ളിയും കീറിയും അല്ലെ തരത്തില്ല. കാസറ്റാണെ വള്ളിയും പൊട്ടിച്ച് കുരുക്കി, CD ആണെ ക്രാച്ചാക്കി കൊണ്ട് തരും. പിന്നെ പെണ്ണ് പോയാൽ പറയണ്ടല്ലോ. ഈ 4 കാര്യം
എങ്ങും കൊടുക്കരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ മറുകിൻ്റെ ഒരു പുസ്തകം സമീപകാലം വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് പോയി. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് മറുക പറഞ്ഞിരിക്കുന്ന മറുപടിയാണ്. യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് മറുക പറഞ്ഞിരിക്കുന്ന മറുപടി തമിഴ്നാടുകാരനായ കേശവകൃഷ്ണയാണെന്നല്ല, ക്രൂശിൽ നിന്നും തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാത്ത നിസ്സഹായകനായ കർത്താവാണെന്നുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ഭേദം ഉണ്ടായിരുന്നു. ഹിമാലയ മലനിലകളിൽ ഇടക്കാലത്ത് യോഗ പഠിപ്പിക്കാൻ വന്ന യോഗ സന്യാസി ശ്രേഷ്ഠനാണെന്നുമല്ല. യേശു ആരാണ് എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മറുക പറഞ്ഞിരിക്കുന്ന മറുപടി ക്രിസ്തു ജീവിച്ചിരുന്നില്ല. എന്താ ചെറുപ്പക്കാരെ എന്നെ പേടിപ്പിച്ചു നോക്കുന്ന മറുകിന്റെ ആളുകൾ വല്ലതാണോ? ക്രിസ്തുവും വേറെ പേര് പറഞ്ഞു, അത് ഞങ്ങൾക്ക് ബാധകമില്ല. ഒന്നാമത് ഇപ്പൊ എല്ലാം പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. യേശു ആരാണ് എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മറുക പറഞ്ഞിരിക്കുന്ന മറുപടി ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല. ഞങ്ങളുടെ റാന്നിക്കാരുടെ ഭാഷ ഇങ്ങനെ പറയാറുണ്ട്, മറുകല്ല, മറുകിനെക്കാട്ടി കുറച്ചുകൂടെ കടുപ്പമുള്ള സാധനമാണ് അരിമ്പാറ. ഇനി അരിമ്പാറ പറഞ്ഞാലും ആ വാദം ഞങ്ങളുടെ മുമ്പിൽ അപ്രസക്തമാണ്. ഒരു മറുകല്ലെന്നേ, 9000 മറുക്. 9000 തവണ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് ലോകത്തോട് എഴുതി പ്രചരിപ്പിച്ചാലും ശരി, അവൻ ജീവിച്ചിരുന്നില്ല എന്ന മറുകിന്റെ വാദം ദൈവമക്കളായ ഞങ്ങളുടെ മുമ്പിൽ അപ്രസക്തമാണ്, ബലഹീനമാണ്, പൊള്ളയാണ്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന മറുകിന്റെ വാദം എന്തുകൊണ്ടാണ് ദൈവമക്കളായ ഞങ്ങളുടെ മുമ്പിൽ ബലഹീനമാകുന്നത്, അപ്രസക്തമാകുന്നത്, പൊള്ളയാകുന്നത്? അതിന്റെ കാരണം മറുകേ, ഒരു കാലത്ത് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന ഞങ്ങൾ, ശാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന ഞങ്ങൾ, നിരാശയുടെ നീർച്ചുടിയിൽ അകപ്പെട്ട ഞങ്ങൾ, എല്ലാം തകർന്ന് തരിപ്പണമായ ഞങ്ങൾ, ആ തകർച്ചയുടെ, നിരാശയുടെ, ശാപത്തിന്റെ, പാപത്തിന്റെ ഭീകരാവസ്ഥയിൽ കടന്ന് യേശു ക്രിസ്തു എന്ന രക്ഷകനെ കണ്ടപ്പോൾ, അവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ, അവനെ നാഥനായി സ്വീകരിച്ചപ്പോൾ, അവന്റെ നാമത്തെ ആരാധിച്ചപ്പോൾ, അവനിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ സമാധാനം, അവനിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ സന്തോഷം, അവനിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ സൗഖ്യം, അവനിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ പാപമോചനം, അവനിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായ നിത്യരക്ഷ, ഇത് വെച്ച് നോക്കുമ്പോൾ യേശു ജീവിച്ചിരുന്നില്ല എന്ന മറുകിന്റെ വാദം ഞങ്ങളുടെ മുമ്പിൽ ബലഹീനമാണ്. ചെറുപ്പക്കാരുടെ ഉള്ളമൊന്ന് കത്താൻ ഒരു പടി മുൻപോട്ട് വെച്ച് ഞാൻ പറയാം, പലതിനെയും ഭജിച്ചവരായിരുന്നു ഞങ്ങൾ ഇന്നലകളിൽ. എന്തിന്? രോഗസൗഖ്യത്തിനും സമാധാനത്തിനും പാപമോചനത്തിനും ഇന്നലകളിൽ പലതിനെയും സേവിച്ചവരാ ഞങ്ങൾ, നമിച്ചവരാ ഞങ്ങൾ, ഭജിച്ചവരാ ഞങ്ങൾ, പിഞ്ചെന്നവരാ ഞങ്ങൾ. എന്നാൽ ഇന്നലകളിൽ ഞങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനും രോഗസൗഖ്യത്തിനും പാപമോചനത്തിനും ഞങ്ങൾ ഭജിച്ചതോ സേവിച്ചതോ നമിച്ചതോ പിഞ്ചെന്നതുമായ യാതൊരു ശക്തികൾക്കും, യാതൊരു മധ്യസ്ഥന്മാർക്കും, യാതൊരു ദൈവങ്ങൾക്കും ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയാതെ പോയപ്പോൾ, ഞങ്ങളെ രക്ഷിച്ചൊരു ദൈവമുണ്ടെങ്കിൽ പറ. ഇത്ര ശബ്ദമേ ഉള്ളൂ. ഞങ്ങളെ വിടുവിച്ചൊരു ദൈവമുണ്ടെങ്കിൽ, ഞങ്ങളെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ, ഞങ്ങളുടെ പാപം മോചിച്ചൊരു ദൈവമുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകിയ ഒരു ദൈവമുണ്ടെങ്കിൽ, ഉറക്കെ പറ, കരമുയർത്തി പറ, അവൻ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹൃദയം പൊളിച്ച് ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനെ അറിഞ്ഞതിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ ലഭിച്ച ദൈവമക്കൾ ഈ പന്തലിനകത്തുണ്ടെങ്കിൽ അവരുടെ സ്തോത്രത്തിന്റെ ശബ്ദമാണോ ഞാൻ ഈ കേൾക്കുന്നത്? അവരുടെ ഹല്ലേലൂയയുടെ ശബ്ദമാണോ ഞാൻ ഈ കേൾക്കുന്നത്? അവരുടെ കരമടിയാണോ ഞാൻ ഈ കേൾക്കുന്നത്? അവരുടെ ആരാധനയുടെ ശബ്ദമാണോ ഇവിടെ ഉയരുന്നത്? പോരാ പോരാ പോരാ. യെസ് യെസ് യെസ്, എനിക്കറിയാം നിങ്ങളുടെ ഉള്ളം തിളയ്ക്കുന്നുണ്ടെന്ന്, എനിക്കറിയാം നിങ്ങളുടെ പാദം ഇളകുന്നുണ്ടെന്ന്, എനിക്കറിയാം നിങ്ങളുടെ അകം കത്തി മറിയുന്നുണ്ടെന്ന്. യേശുവിനെ അറിഞ്ഞതിലൂടെ സൗഖ്യമായവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ അതരം ചലിക്കാതിരിക്കത്തില്ല. യേശുവിനെ അറിഞ്ഞതിലൂടെ സമാധാനം പ്രാപിച്ചവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കരം ചലിക്കാതിരിക്കത്തില്ല. യേശുവിനെ അറിഞ്ഞതിലൂടെ പാപമോചനം, നിത്യരക്ഷ പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ അവരാരാധിക്കാതിരിക്കത്തില്ല. കൃപ കൃപ, അല്പനിമിഷം ദൈവത്തെ ഒന്ന് ആരാധിക്ക്. അവനെ അറിഞ്ഞതിലേക്ക് താഴ്ചയല്ല ഉയർച്ചയായെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ, അവനെ അറിഞ്ഞതിലേക്ക്
കയ്പല്ല, മധുരമായെന്ന് പറയാൻ അനുഭവമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അവനെ അറിഞ്ഞത് എനിക്ക് നഷ്ടമല്ല ലാഭമായെന്ന് പറയുവാൻ അനുഭവമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ അഴിയുന്നുണ്ട്. ഇന്ന് രാത്രി ചില രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്. ഇന്ന് രാത്രി അടച്ചിട്ട വാതിലുകൾ തുറന്നു വരുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെയുള്ള ബന്ധനങ്ങളെ ദൈവം അറുത്തു മാറ്റുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ശത്രു അടച്ചു വെച്ച ചില വാതിലുകളെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി തുറക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് വെളിപ്പെടുന്ന ആത്മീക വിടുതലുകളെ വിശ്വാസ കണ്ണാൽ കാണുന്നവർ, അതിനെ വിശ്വാസത്താൽ പ്രാപിക്കുന്നവർ അല്പനിമിഷം ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പാപത്തിന്റെ പാശങ്ങൾ അഴിയട്ടെ, ശാപത്തിന്റെ പാശങ്ങൾ അഴിയട്ടെ, രോഗത്തിന്റെ പാശങ്ങൾ അഴിയട്ടെ, മരണത്തിന്റെ പാശങ്ങൾ അഴിയട്ടെ. യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ക്രിസ്തു സ്നേഹിതർ അങ്ങനെ പറയുമ്പോൾ, ക്രിസ്തു വിരോധികൾ ഇങ്ങനെ പറയുമ്പോൾ, മറുകിനെ പോലെയുള്ള മഹാന്മാരൊക്കെ ക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് ലോകത്തോട് ഉറക്കെ പറയുമ്പോൾ, ഞങ്ങൾക്ക് മറുകിനോട് ചേർന്ന് യേശു ജീവിച്ചിരുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയും അവനെ അറിഞ്ഞതാണ് ഞങ്ങളുടെ ഭാഗ്യം, അവനെ രക്ഷകനായി സ്വീകരിച്ചതാണ് ഞങ്ങളുടെ ഭാഗ്യം. ഞങ്ങളുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വന്നത് യേശു ജീവിതത്തിൽ വന്നപ്പോഴാ. അങ്ങനെ അനുഭവമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം സാരമില്ലെന്നോതിടും. തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെത്ര നല്ലൊരു ദൈവം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നലെയും ഇന്നും. എത്ര നല്ലവനാണ് നമ്മുടെ കർത്താവ്. അവനെ പോലെ നല്ലവൻ ആരുണ്ട് പ്രിയരേ? അവൻ എത്ര ശ്രേഷ്ഠനാണ്. അവൻ മറുകിനോട് ചേർന്ന് അവൻ ജീവിച്ചിരുന്നില്ലെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അവനെ അറിഞ്ഞതാണ് ഞങ്ങളുടെ ഭാഗ്യം. ഇന്ന് വേല തികച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു പഴയകാല ഭക്തന്റെ വാക്കൊരു നിമിഷത്തേക്ക് കടമെടുക്കുക. നശിച്ച് മുടിഞ്ഞ് എല്ലാം അസ്തമിച്ച് പരുവക്കേട് പിടിച്ച് തകർന്നു കിടന്നൊരു പശ്ചാത്തലം ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. ആ സ്ഥിതിയെല്ലാം മാറിയത് യേശു രക്ഷകനും നാഥനുമായി ജീവിതത്തിൽ വന്നപ്പോഴാണ്. അവനെത്ര നല്ലവനാണ്. ഈ കർത്താവിനെ അറിഞ്ഞതിലൂടെ, ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളും മാറ്റങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ടാകും. എല്ലാം എനിക്ക് അറിഞ്ഞുകൂടാ. പ്ലീസ്. ഈ കർത്താവ് രക്ഷകനായ ജീവിതത്തിൽ വന്നതുകൊണ്ട്, ഈ കർത്താവിനെ അറിഞ്ഞതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ രണ്ട് കാര്യം ഞാനിന്ന് പറയാം. സമയം തീരുകയാണ്. രണ്ട് കാര്യം, സമയം തികയ്ക്കാനല്ല,
യേശു ജീവിതത്തിൽ വന്നതുകൊണ്ട് വന്ന മാറ്റം രണ്ട് കാര്യം. ഞാനിവിടെ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം വന്നപ്പം പറഞ്ഞ എൻ്റെ അനുഭവം, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് എന്നെ കണ്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇത്രയും അനുഭവമുള്ള ഒരാളായിരുന്നു ഇത്. കർത്താവ് വന്നതുകൊണ്ട് വന്ന ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ഒരു വഴിയോരത്താണ്. ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലോ ലേബർ റൂമിനകത്തോ ഒന്നുമല്ല. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് ഒരു വഴിയോരത്താണ്. വഴിയോരത്ത് 3 കമ്പിടിച്ചിറക്കി സാരിത്തുണ്ട് വലിച്ചു കെട്ടി ഓലത്തുണ്ട് മെടഞ്ഞത് നിരത്തി പഴഞ്ചൻ പഴമ്പാ കഷണത്തിൻ്റെ പുറത്ത് ആ പുക്കിൾക്കൊടി കണ്ടിക്കാൻ സൂതികർമ്മണിയുടെ സഹായമില്ലാതെ എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത്. ആ കുപ്പത്തൊട്ടിക്കകത്തുനിന്ന് എൻ്റെ ദൈവം എന്നെ വലിച്ച് ചെറുവക്ക കൺവെൻഷനെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ അവൻ നല്ലവനല്ലെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അവൻ ജീവിച്ചിരുന്നില്ലെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അവനെ എങ്ങനെ ഉയർത്താതിരിക്കാൻ കഴിയും? 8 മാസം എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അപ്പൻ മരിക്കുമ്പോൾ 8 മാസം ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പ്രായം പോരാഞ്ഞ് 13 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള 5 പിഞ്ചു കുഞ്ഞുങ്ങൾ തിരിച്ചറിയാകാത്തത് വേറെ. ഈ പരുവത്തിലാണ് എൻ്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നത്. വേഗം ഞാൻ പറയാം. പാലായിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചു പാലായിലെ ഒരു സാധാ കുടുംബത്തിലാണ് എൻ്റെ അമ്മ ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷേ കാലത്തിൻ്റെ കടന്നുപോക്ക് എൻ്റെ അമ്മയെ അനാഥയാക്കി. അമ്മയ്ക്കുള്ള അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു. സഹോദരങ്ങളൊക്കെ ചിതറിപ്പോയി. പാവം അനാഥയായിപ്പോയി. ഭർത്താവായിരുന്നു ഏകയാശ്രയം. എൻ്റെ അമ്മയ്ക്ക് 37 വയസ്സ്. 8 മാസം എന്നെ പൂർണ്ണ ഗർഭിണി. 13 മുതൽ 3 വരെ പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ 5 ഈ പ്രായത്തിൽ എൻ്റെ അപ്പൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അപ്പൻ്റെ മരണസമയത്തെക്കുറിച്ച് അമ്മ ജീവിച്ചിരുന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമായി മാറിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇടുങ്ങിയ മുറിക്കകത്ത് എൻ്റെ അപ്പൻ അത്യാസന്ന നിലയിൽ അന്തിശ്വാസം വലിച്ചു കിടക്കുമ്പോൾ എന്നെ ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അപ്പൻ്റെ മരണം കാത്തിരിക്കുന്ന എൻ്റെ അമ്മ, തിരിച്ചറിവാകാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ. ഈ സമയം പൂർണ്ണ ഗർഭിണിയായ എൻ്റെ അമ്മയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാനുള്ള ആഹാരം കേവലം 100 ഗ്രാം മുന്തിരിങ്ങയായിരുന്നു. ആ പുളിച്ച മുന്തിരിങ്ങ കടിച്ചിറക്കി ക്ലോറിനിട്ട വെള്ളം ഒഴുകി വരുന്ന പൈപ്പിൻ്റെ ടാപ്പ് തുറന്ന് പച്ചക്കൈക്കുമ്പിളിൽ വെള്ളം പിടിച്ച് കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് താനും കുടിച്ച് വിശപ്പും ദാഹവും കടിച്ചമർത്തി അപ്പൻ്റെ മരണം കാത്തിരിക്കുന്ന അമ്മയും പിഞ്ചു കുഞ്ഞുങ്ങളും. ഈ സമയം അപ്പൻ മരിക്കാൻ തുടങ്ങുക. അപ്പൻ്റെ മരണത്തിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എൻ്റെ 13 വയസ്സുള്ള മൂത്ത ചേട്ടൻ അരികിലേക്ക് വിളിച്ചിട്ട് അപ്പൻ പതറിയ ശബ്ദത്തിൽ പറഞ്ഞു, മക്കളെ, അപ്പച്ചും പോവുകയാണ്. എന്നിട്ട് എൻ്റെ അമ്മയെ മുൻപോട്ട് വിളിച്ചിട്ട് പൂർണ്ണ ഗർഭിണിയായി എൻ്റെ അമ്മയുടെ ബലഹീനമാകുന്ന കരമെടുത്ത് 13 വയസ്സുള്ള എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ വിറയാർന്ന കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പൻ ഇടേറിയ ശബ്ദത്തിൽ പറഞ്ഞു, മോനെ, ഈ ഭാരമേറിയ ഉത്തരം ചുമക്കാൻ എൻ്റെ മോൻ്റെ തോളിന് ബലമില്ലെന്ന് അപ്പൻ അറിയാം. പക്ഷേ പിടിച്ചേൽപ്പിക്കാൻ ഒരിടമില്ലാത്തത് കൊണ്ട് ഈ ബാധ്യത ഞാൻ നിന്റെ മേലേക്ക് ഇറക്കി വെക്കുക. ഈ രംഗം കണ്ട് പൊട്ടിക്കരയുന്ന എൻ്റെ അമ്മയോട് അപ്പൻ പറഞ്ഞു, ഇതേ ഇനി അങ്ങോട്ട് കല്ലും മുള്ളും നിറഞ്ഞ കനൽ വഴികളാ. ആ യാത്രയിൽ ഞാൻ കൂടെ ഇല്ല. അതുകൊണ്ട് ഒരു പ്രഭാതത്തിൽ ഈ കുഞ്ഞുങ്ങളെയും കൊന്ന് നീയും ചാകരുത്. അപ്പന്റെ കണ്ണടയും മുമ്പ് വായടയും മുമ്പ് അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാക്യത, ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഇത് പറഞ്ഞ് സാധുവായ എൻ്റെ അപ്പൻ്റെ കണ്ണടഞ്ഞു, വായടഞ്ഞു. പകുതിയടഞ്ഞ കണ്ണ്, പകുതി തുറന്ന വായ, വെള്ളത്തുണിയിൽ ചുറ്റിക്കിടത്തിയിരിക്കുന്ന ചലനമറ്റ മൃതദേഹം എന്നെ ഉദരത്തിലിട്ട് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അപ്പൻ്റെ മൃതദേഹത്തിന്റെ പുറത്ത് കമണ് കിടന്ന് അമ്മ അലറിക്കരഞ്ഞു. ആ അലറിക്കരച്ചിലിൽ അമ്മ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം, ഞങ്ങൾക്കാരുണ്ട്? ഞങ്ങൾക്കാരുണ്ട്? ശരിയല്ലേ? എനിക്കോ ആരുമില്ല, നിങ്ങൾക്കോ ആരുമില്ല. പുറത്തേക്ക് വരാൻ വളർച്ച പൂർത്തിയായ ഒരു കുഞ്ഞ് ഉദരത്തിൽ പിടയ്ക്കുന്നു. ആണോ പെണ്ണോ എന്ന് ഉറപ്പില്ല. പക്വതയാകാത്ത ചിറകുമുളയ്ക്കാത്ത 5 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബാക്കി നിൽക്കുന്നു. അയ്യോ, മുകളിൽ ആകാശം, താഴെ ദുരിതങ്ങൾ മാത്രം നിറഞ്ഞ ഭൂമി. അപ്പന്റെ ചലനമറ്റ മൃതദേഹത്തിന്റെ ഉദരത്തിലിട്ട് കമണ് കിടന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് സാധുവായ എൻ്റെ അമ്മ അലറിക്കരഞ്ഞ് ചോദിച്ച ചോദ്യം, ഞങ്ങൾക്കാരുണ്ട്? ആരുണ്ട് ഞങ്ങൾക്ക്? ഇന്നേക്ക് 36 ആണ്ടുകൾക്ക് പുറകിൽ അപ്പന്റെ ചലനമറ്റ മൃതദേഹത്തിന്റെ പുറത്ത് എന്നെ ഉദരത്തിലിട്ട് കമണ് കിടന്ന് തിരിച്ചറിവാകാത്ത കുഞ്ഞുങ്ങളെ വാരി പിടിച്ചലറി
അലറിക്കരഞ്ഞ് ആരുണ്ട് ഞങ്ങൾക്കെന്ന് ദിഗന്ധങ്ങൾ നടുങ്ങുമാർ അമ്മ അലറിക്കരഞ്ഞ് ആവർത്തിച്ച് ചോദിച്ച ആ ചോദ്യത്തിന് വർഷം ചിലത് കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി. ആ മറുപടിയുമായിട്ടാണ് 26ാം ചെറുമക്കൾ കൺവെൻഷന്റെ 2ാം രാത്രിയിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ആരുമില്ലാത്തവർക്കൊരുവനുണ്ട്, തള്ളപ്പെട്ടവർക്കൊരുവനുണ്ട്, നിന്ദിക്കപ്പെട്ടവർക്കൊരുവനുണ്ട്, മാറ്റിവെക്കപ്പെട്ടവർക്കൊരുവനുണ്ട്, വേദനിക്കുന്നവർക്കൊരുവനുണ്ട്, തകർക്കപ്പെട്ടവർക്കൊരുവനുണ്ട്, ഉടയ്ക്കപ്പെട്ടവർക്കൊരുവനുണ്ട്. അവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. കരമടിച്ചവനെ ഒന്ന് ആരാധിക്കാമോ? അവൻ അനാദരനായ ബാലകനാണ്, വിധവക്ക് കാന്തനാണ്, സാധുവിനപ്പമാണ്. അവൻ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ്. അവൻ കണ്ണുനീരിനപ്പുറം മറികടക്കാത്തവനാണ്. അവൻ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തവനാണ്. ഇന്ന് രാത്രിയില് തകർന്ന ആരെങ്കിലും ഈ പന്തലിലുണ്ടോ? തറയിൽ വീണ മൺപിഞ്ഞാണം പോലെ ഉടഞ്ഞു ചിതറി ആരെങ്കിലും ഈ മീഡിയാസിലൂടെ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ജനിപ്പിച്ച അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ട ശേഷം ജന്മം തന്ന അമ്മയാൽ വെറുക്കപ്പെട്ട്, കൂടപ്പുറത്ത ഭാര്യ അകറ്റി നിർത്തപ്പെട്ട്, സൃഷ്ടിച്ച മക്കളാൽ പുറന്തള്ളപ്പെട്ട്, രക്തബന്ധങ്ങളാലും സുഹൃത്തുക്കളാലും അവഗണിക്കപ്പെട്ട്, ജീവിതത്തിന്റെ തകർന്ന വഴികളിൽ ഒരിറ്റ് സ്നേഹം കൊതിച്ച് തകർന്നിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? സ്നേഹിത, ഒരാളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. ജനിപ്പിച്ച അപ്പനേക്കാൾ, ജന്മം തന്ന അമ്മയേക്കാൾ, കൂടെ പാർത്ത ഭാര്യയേക്കാൾ, സൃഷ്ടിച്ച മക്കളേക്കാൾ, രക്തബന്ധങ്ങളേക്കാൾ, സുഹൃത്തുക്കളേക്കാൾ നിന്നെ ചേർത്ത് പിടിച്ച് നിന്റെ സ്ഥിതിയെ മാറ്റാൻ കരുത്തുള്ളൊരു രക്ഷകനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുകയാ. അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ജീവിതത്തിന്റെ പരുക്കൻ കനൽ വഴികളില് ആ നാഥന്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറ. അവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുക ഈ ചെറുവക്ക കൺവെൻഷന്റെ 2ാം രാത്രിയിൽ ഈ പന്തലിൽ. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ നിറഞ്ഞു നിൽക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അമ്മ എന്നെ പ്രസവിച്ചത് വഴി സൈഡിലാണ്. പ്രസവിച്ച് 30ാം പൊക്കം ഒരു കഷണം പഴംതുണിക്കകത്ത് എന്നെ പുതപ്പിച്ച് 6 വയസ്സുള്ള എൻ്റെ പെങ്ങടെ കയ്യിൽ കൊടുത്തിട്ട് പാറമടയിൽ കല്ല് ചുമ്മാൻ പോയി. അമ്മ പണിയുന്ന സ്ഥലത്ത് പാല് കൊടുക്കാൻ എൻ്റെ പെങ്ങൾ എന്നെ കൊണ്ടുപോയി. വഴിതെറ്റി വേറെ സ്ഥലത്തെത്തി. നേരത്ത് പാല് കിട്ടാതെ തളർന്ന എനിക്ക് അവൾ പാലിന് പകരം തന്നത് കാഞ്ഞ കശുമാമ്പഴത്തിൻ്റെ നീര. ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ കരഞ്ഞോണ്ട് എൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലേ, അതുകൊണ്ട് വിവരിക്കുന്നില്ല. കശുമാമ്പഴത്തിൻ്റെ നീരാണ്. ജനിച്ചു 30ാമത്തെ ദിവസം മുലപ്പാലിന് പകരം എൻ്റെ പെങ്ങൾ എൻ്റെ വായിലൊഴിച്ചു തന്നത്. നിങ്ങൾക്കറിയാം, പ്രായമുള്ളവരിവിടെ ഉണ്ട്. ജനിച്ചു 30 ദിവസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വായിലേക്ക് മുലപ്പാലിന് പകരം കാഞ്ഞ പറങ്കിമാമ്പഴത്തിൻ്റെ നീര് ചെന്നാൽ ഉണ്ടാകുന്ന ദുരവസ്ഥ ഞാൻ വിവരിക്കേണ്ടല്ലോ. ആ പരുവക്കേട് പിടിച്ച കുപ്പത്തൊട്ടിക്കകത്ത് നിന്നും ആന്റണിയെയും ആന്റണിയുടെ കുടുംബത്തെയും തലമുറയെയും ഇവിടെ വരെ ഉയർത്തിക്കൊണ്ടുവന്നത് എൻ്റെ കുടുംബമല്ല, എൻ്റെ കുലമല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല. അതൊന്നും പറയാൻ എനിക്കില്ല. എൻ്റെ ജീവിതത്തെ സമൂലമായി മാറ്റം വരുത്തിയത് ഞാൻ കണ്ട എൻ്റെ രക്ഷകനാകുന്ന ക്രിസ്തുവാണ്. തകർന്ന നിന്നെ പണിയാൻ ഇന്ന് രാത്രി ആ രക്ഷകൻ മതിയായവനാണ്. അവന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ഈ പന്തലിൽ ആരുണ്ട്? അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ഈ പരിസരത്തിൽ ആരുണ്ട്? അവനെ ദൈവമായി ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ ഈ മീഡിയാസിലൂടെ കാണുന്ന എത്ര വ്യക്തികളുണ്ട്? ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാ ദിവസം. രക്ഷകൻ നിന്റെ ചാരി ഹൃദയം കൊടുക്കവന് വേണ്ടി. ഞാൻ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കട്ടെ. സാർ എനിക്ക് അനുവദിച്ച സമയം തീരുകയാണ്. അപ്പൊ ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ക്രിസ്തു സ്നേഹിതരിങ്ങനെ, ക്രിസ്തു വിദ്വേഷികൾ അങ്ങനെ, അവരങ്ങനെ പറയുന്നു, അവരിങ്ങനെ പറയുന്നു. ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞു, അവൻ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. അവൻ ആരാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ പ്രത്യാശയ്ക്കും പ്രസംഗത്തിനും വിശ്വാസത്തിനും ആധാരമായ പവിത്ര വാക്യ സംഹിത അടങ്ങിയിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, അവൻ ആരാണ് എന്ന ചോദ്യത്തിന് എന്താ ലോകത്തോട് പറയുന്നത്? ഒറ്റ വാക്ക് ഞാൻ പറയാം. ഒരു മനുഷ്യൻ ആരാണെന്നറിയാൻ 2 വഴിയേ ഉള്ളൂ. ഒന്ന് മനുഷ്യൻ്റെ പ്രവൃത്തി, 2 മനുഷ്യൻ്റെ വാക്ക്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ആന്റണിയായ ഞാൻ ആരാണെന്നറിയാൻ എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, മോൾ ഇവിടെ ഉണ്ട്. അവരെ വിളിച്ചു മാറ്റി നിർത്തി ചോദിക്കേണ്ട. ഞാൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്വേഷിക്കേണ്ട. എൻ്റെ നാട്ടിൽ വന്ന അയൽവാസികളോട് കുശാലാന്വേഷണം നടത്തണ്ട. നിങ്ങളോട് പ്രസംഗിക്കുന്ന ആന്റണിയായ ഞാൻ ആരാണെന്നറിയാൻ 2 വഴി. ഒന്ന് എൻ്റെ പ്രവൃത്തി, 2 എൻ്റെ വാക്ക്.
അങ്ങനെയെങ്കിൽ ക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നതേ ഉള്ള സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പറയുന്നില്ല. അവൻ ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിലൂടെയല്ല, സയൻസിലൂടെയല്ല, മറ്റിതര വിഷയങ്ങളിലൂടെയല്ല. ഞാൻ അതിൽ മണ്ടന, അതിനുള്ള അവഗാഹം ജ്ഞാനമൊന്നും എനിക്കില്ല. അവൻ ആരാണെന്ന ചോദ്യത്തിന് മറുപടി ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന്, അവൻ്റെ പ്രവർത്തികളിലൂടെ, വെറും പ്രവർത്തിയല്ല, അവൻ്റെ അത്ഭുത പ്രവർത്തികളിലൂടെ. രണ്ട്, അവന്റെ വാക്കുകളിലൂടെ, വെറും വാക്കുകളല്ല, അവന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ. എന്താണ് ക്രിസ്തുവിന്റെ അത്ഭുതം? എന്താണ് ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനം? രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ്. അവനെ പോലെ അത്ഭുതം ചെയ്തവൻ ആരുണ്ട്? ഒരു ഹല്ലേലൂയ പറയാമോ? സുവിശേഷത്തിന്റെ 4 തങ്കത്താള് മുഴുവൻ പൂത്ത് പന്തലിച്ച് കിടക്കുകയല്ലേ യേശുവിൻ്റെ അത്ഭുതം. 3.5 കൊല്ലം കൊണ്ട് അവൻ ചെയ്ത എണ്ണമറ്റ അത്ഭുത പരമ്പരകളിൽ വത്സല ശിഷ്യന്മാർ തിരഞ്ഞെടുത്തെഴുതിയിരിക്കുന്നത് 35 മാത്രമാ. എൻ്റെ ഒറ്റയാൻ വാദം 3.5 കൊല്ലം കൊണ്ട് 35 അല്ല അവൻ ചെയ്തത്, 300 അവൻ ചെയ്തത്, 600 അവൻ ചെയ്തത്. എണ്ണമറ്റ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടിയത് 35 എഴുതിയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, യേശു ഒരൊറ്റ അത്ഭുതവും ചെയ്തില്ലേലും ഇപ്പം അത്ഭുതത്തിൻ്റെ പുറകെ ആളുകൾ പോവുക. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, യേശു ഒരൊറ്റ അത്ഭുതവും ചെയ്തില്ലെങ്കിലും അവൻ ദൈവമാണെന്ന് തെളിയിക്കാൻ അവൻ്റെ ഒരു വാക്ക് മതി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം അവൻ്റെ ഒരു വാക്ക്, കർത്താവ് ലോകത്തെ നോക്കി ഒന്നാമത് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവൻ. ഉറക്കിയൊന്ന് പറഞ്ഞേ. ഇവിടെ വീരന്മാരും വീരശൂര പരാക്രമികളും മഹാരഥന്മാരും ഒക്കെ പിറന്ന ലോകമാ. അവരാരും ലോകത്തോട് പറഞ്ഞിട്ടില്ല ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവനാണെന്ന്. ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി തൻ്റെ ഇടത്തോടെ മാറത്ത് കരം വെച്ച് അഖിലകോടി ജനത്തോടും ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവനാണെന്ന് പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ യേശു ക്രിസ്തുവാ. അവൻ ആരാണ് എന്ന ചോദ്യത്തിന് അവന്റെ അവകാശ പ്രഖ്യാപനത്തിൽ മറുപടിയുണ്ട്. മനുഷ്യന്റെ ഇഷ്ടത്താൽ മനുഷ്യനിൽ ജനിച്ച കേവലം ഒരു മനുഷ്യനല്ല ഞാൻ, പാപത്തിൽ ആണ്ടുപോയ ജനകോടികളെ നിത്യമായി രക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് അവതരിച്ച രക്ഷകനാണ് ഞാൻ. അതിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ അടുത്തത്, ഞാൻ തന്നെ വഴിയും സത്യവും. തൊടുന്നില്ല. ഇനി അടുത്തെവിടെയും പരസ്യപത്രം ഞാൻ ബാക്കി പറഞ്ഞോളാം. മൂന്നാമതവൻ പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാണ്. പിന്നെ പറഞ്ഞത്, ഞാൻ സമാധാനദായകനാണ്. പിന്നെ പറഞ്ഞത്, ഞാൻ ആടുകളുടെ അതിശ്രേഷ്ഠ ഇടയനാണ്. പിന്നെ പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പിന്നെ പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരാണ്? ക്രിസ്തു. മനുഷ്യന്റെ രക്ഷയ്ക്കും വിമോചനത്തിനും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവമാണ് ക്രിസ്തു. ആരാണ് ക്രിസ്തു? ജീവന്റെ അപ്പമാണ്. ആരാണ് ക്രിസ്തു? വഴിയും സത്യവും ജീവനുമാണ്. ആരാണ് ക്രിസ്തു? സമാധാനദായകനാണ്. ആരാണ് ക്രിസ്തു? ആടുകളുടെ അതിശ്രേഷ്ഠ ഇടയന, അനുഗമിക്കാൻ കൊള്ളാവുന്ന നല്ല നേതാവ്. ആരാണ് ക്രിസ്തു? സമാധാനദായകനാണ്. ആരാണ് ക്രിസ്തു? ലോകത്തിന്റെ വെളിച്ചമാണ്. ആരാണ് ക്രിസ്തു? ജീവനും പുനരുത്ഥാനവുമാണ്. ആരാണ് ക്രിസ്തു? നിന്റെ സകല ചോദ്യത്തിനും മറുപടിയാണ്. നിന്റെ അന്വേഷണത്തിന്റെ കണ്ടെത്തലാണ്. നിന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. നിന്റെ പാപത്തിന്റെ വിമോചകനാണ്. നിന്നെ നിത്യമായി രക്ഷിക്കുന്ന രക്ഷകനാണ് ക്രിസ്തു. ഇന്ന് രാത്രി ഈ പന്തലിരിക്കുന്ന നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ ശാശ്വത പരിഹാരകനാണ് ക്രിസ്തു. അവന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. ആ കരങ്ങളടിച്ച് അല്പനിമിഷം അവനെ ആരാധിക്കുക. ശക്തിയോടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ ആ ദൈവത്തെ അല്പനിമിഷം കരമടിച്ച് ശക്തിയോടെ ഒന്ന് ആരാധിക്കുക. ഓരാ ശക്തിയോടെ യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു എന്ന പഴയ പാട്ട് വത്സല്യ സഹോദരങ്ങളോടുകൂടെ ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കരങ്ങളും അടിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം വിശ്വസിക്കുന്നവരുടെ ഈ വചനം ദൈവശക്തിയായി രോഗസൗഖ്യമായി വിടുതലായി വെളിപ്പെടട്ടെ. പരലോകത്തിൽ ജീവിക്കുന്നു, ഇഹലോകത്തിൽ താൻ ഇനി വേണം വരും രാജരാജനായി വാണിടുവാൻ. ജീവിക്കുന്നു.
നിമിഷം കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഇതിനകത്ത് നിറഞ്ഞു നിന്ന ദൈവ സാന്നിധ്യത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ രണ്ടാം രാത്രിയിലും സ്വർഗം നമ്മെ മാനിച്ചല്ലോ, ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ചല്ലോ. പ്രാരംഭം മുതൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രി ദേശത്തോട്, വന്ന ജനത്തോട്, ലോകത്തോട് ഞങ്ങളുടെ ക്രിസ്തു ആരെന്ന് വിളിച്ചു പറയുവാൻ സ്വർഗം തൻ്റെ ഭക്തനെ ഉപയോഗിച്ചതോർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരു വർഷമായി പ്രാർത്ഥിച്ചാരംഭിച്ച കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ആരംഭിച്ച ഈ കൺവെൻഷൻ തുടക്കം മുതൽ ഈ നിമിഷം വരെയും നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തിക്കായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവേ, കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. അവരെ സൗഖ്യമാക്കിയ ദൈവസ്നേഹത്തിന് നന്ദി. അവരുടെ അകത്ത് ക്രിസ്തു വെളിപ്പെട്ടതിനാൽ സ്തോത്രം. തകർന്നവരെ, ഉടഞ്ഞവരെ, ആരുമില്ലാത്തവരെ മാറോട് ചേർക്കുന്ന ഒരു നല്ല കർത്താവ് ഈ ദേശത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നന്ദി. കർത്താവേ, ഇതിന് നേതൃത്വം കൊടുക്കുന്നതിന് ദാസനായി കുടുംബത്തിനായി സ്തോത്രം. ഈ സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ കോളേജിനായി സ്തോത്രം. ഇന്ന് രാത്രി വചനം സംസാരിച്ചതിന് ദാസനായി പ്രിയ മകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനത്തെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ, സൗഖ്യത്തോടെ, പ്രത്യാശയോടെ കർത്താവ് മടക്കി അയക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് വീണ്ടും വരും, അവൻ വേഗത്തിൽ വരും. ആ പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം. മുഴുവൻ മഹത്വം കർത്താവ് എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ, പരിശുദ്ധ ആത്മാവിന്റെ നടത്തിപ്പും കാവലും പരിപാലനവും കടന്നു ജനത്തോട്, ശുശ്രൂഷന്റെ ദാസനോട്, തുടർന്ന് നടക്കുന്ന എല്ലാ കൺവെൻഷൻ ദിനങ്ങളോടും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. 26ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ആത്മീയ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലിനും സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീർന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റ് ഒരു നാമവുമില്ല. പ്രിയ ശ്രോതാവേ, നിങ്ങൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.